ആനയെ കണ്ടോ? ആനയെ കണ്ടില്ല, ചെറിയൊരു സ്വരം കേട്ടു. ആനയുടെ സ്വരമോ? ഒരു തവണ. ആനയുടെ സ്വരം ഒരു തവണ. അതാണ് നീ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞേ. അപ്പാ കേട്ടോപ്പാ, രാവിലെ 8 മണിക്ക് വന്ന ചേട്ടത്തിയെ പോലും ആന കുത്തി. അപ്പോഴത്തേക്കും നമുക്കും ഇനി എതിലേലും ഒക്കെ നടക്കണമെങ്കിൽ കുറച്ച് പേടിക്കണം. എതിലേ ആന ചാടി വീഴുന്നതെന്ന് അറിയത്തില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്ന വളരെ വിജനമായൊരു സ്ഥലത്താണ് കേട്ടോ. നോക്കി, ചുറ്റും മഞ്ഞാണ്. ഇപ്പോൾ ഒരു വെയിലുള്ള കാലത്ത് ഞങ്ങൾ ഇച്ചിരി മഞ്ഞും തണുപ്പൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് പുറത്തിട്ടിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് എവിടെ ഇത് അപ്പം പുറകിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് വണ്ടി നിർത്തിയതാണേ. നല്ല മഞ്ഞുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാട്ടോ. ശാന്തിതീരം ജംഗ്ഷനാണ്. ഒരു ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിലേ പോയാൽ ഒരു വഴിക്ക് പോയാൽ കട്ടപ്പനയ്ക്ക് പോകാം. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു വഴിക്ക് പോയാൽ ഉപ്പുതറയ്ക്ക് പോകാം, ഒരു വഴിക്ക് പോയാൽ കട്ടപ്പനയ്ക്ക് പോകാം. അപ്പം നല്ല മഞ്ഞാണേ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരിടത്തോട്ടും പോകുകയെന്ന് പറയാൻ പറ്റില്ല. വണ്ടികളൊക്കെ കടന്നു പോകും. പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ നിലവിൽ വാഗമണിൻ്റെ പ്രാന്തപ്രദേശത്താണ് ഉള്ളത്. വാഗമണിൽ ഇത്രയും മഞ്ഞും തണുപ്പുണ്ട് കേട്ടോ ഈ സമയത്ത്. അപ്പം ഇത് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സീസണാണ്. നമ്മൾ ആദ്യമാണ് ഇത്രയും രാവിലെ ഇതുപോലെ മഞ്ഞുള്ള സ്ഥലത്ത് വാഗമണി വരുന്നത് കേട്ടോ. അപ്പോൾ പോകുന്നത് ഈ വഴി ഞങ്ങൾ കുമ്മളി വഴി കമ്പത്ത് ചെല്ലും. കമ്പം വരെ പോകും. അത് കഴിഞ്ഞേച്ച് കുറച്ചുകൂടെ തമിഴ്നാട്ടിൽ കൂടെ പോകണമെന്നുണ്ട്. അവസാനം എവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ യാത്രകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ. തമിഴ്നാട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇപ്പം സമയം ഏതാണ്ട് രാവിലെ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ കട്ടൻ കാപ്പിയും കുടിച്ച് പൂച്ചയപ്പവും കഴിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇത് എടുത്തോണ്ടാണ് വന്നത്. നല്ല രസമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ പുറത്തൊക്കെ പോയിരുന്ന് ഇങ്ങനെ കഴിക്കാൻ. പിന്നെ കടയൊക്കെ തുറന്നിട്ട് പിന്നെ കാപ്പി കുടിക്കാമെന്ന് വെച്ച് ഇങ്ങനെ ചെയ്യുവാണേ. അപ്പോൾ രാവിലെ ഗ്ലാസ്സൊക്കെ തൂത്ത് ക്ലീൻ ചെയ്യുന്നുണ്ടേ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് കാപ്പി കുടിച്ചുകൊണ്ട് ഗ്ലാസ്സും തൂക്കുക. നിറച്ച് മഞ്ഞ് കയറി പുറത്ത് ഗ്ലാസ്സിലെല്ലാം അല്ലേപ്പാ. ഞങ്ങളെ വണ്ടിയുടെ ഗ്ലാസ് എല്ലാം തുറന്നിട്ടോണ്ടാ പോകുന്നത്. ഈ മഞ്ഞ് കണ്ടപ്പോൾ കുറച്ച് തണുപ്പ്. അതെ, എൻ്റെ ആഗ്രഹപ്രകാരം ഗ്ലാസ് എല്ലാം തുറന്നിട്ട് ഇപ്പോൾ അകത്തൂടെ എല്ലാം മഞ്ഞ് കയറി നല്ല അങ്ങനെ മിസ്റ്റ് പോലെയായി. അപ്പം എല്ലാം തൂത്ത് ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മൾ ഇത്രയും ചൂടത്ത് ഈ മഞ്ഞ് കാണുമ്പോൾ അത് ആസ്വദിക്കണ്ടേ. ആണ്ടെ എൻ്റെ കാപ്പി മറിച്ചിട്ട്. അപ്പം എൻ്റെ എന്ത് തീർന്നതാണോ? എൻ്റെ കാപ്പി കട്ടൻ കാപ്പി അടിച്ചും മാറ്റി. എൻ്റെ കട്ടൻ കാപ്പി പിടിച്ചില്ലേ? അങ്ങനെ ഞങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും ഓരോ പൂച്ചയപ്പം കഴിച്ചു. പൂച്ചയപ്പം എന്ന് പറയുന്ന കുമ്പിളപ്പമാണ് കേട്ടോ. പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പം ചക്കപ്പഴം കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. നല്ല മഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റോഡൊക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ. അധികം വണ്ടികളൊന്നും വരുന്നില്ല. ഒരു കോളേജ് ബസ് മാത്രം കണ്ടിടയ്ക്ക്. സ്കൂൾ ബസ്സുകളൊക്കെ വരുന്ന സമയം ആകുന്നേ ഉള്ളേ. സമയം രാവിലെ ഒരു 7-7:30 ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതൊക്കെ വാഗമണ്ണിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ ഇത് കേട്ടോ. ഈ റോഡ് ഈയിടെയാണ് നന്നായിട്ട് പുതുക്കി പണിത്. കുറേ ഭാഗമൊക്കെ ഇനിയും പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഭാഗവും പണിയെല്ലാം തീർന്ന് നല്ല സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞാണ്. ഇതങ്ങോട്ട് ആസ്വദിച്ച് ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല രസമാണ് ഇതുപോലുള്ള യാത്രകളെ. അപ്പോൾ സാധാരണ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് താമസിക്കും. കാരണം ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോരുക. ഒന്നെങ്കിൽ ബിരിയാണി ആയിട്ടോ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോരും. അല്ലെ ഞങ്ങൾ കറി വെച്ചോണ്ട് വരുന്നിട്ട് പൊറോട്ട വഴിയിൽ നിന്ന് വാങ്ങിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ പോരാറുള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ വിപരീതമായിട്ട് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് കട്ടൻ കാപ്പി മാത്രം എടുത്തുകൊണ്ട് പോന്നു കേട്ടോ. അപ്പോൾ ഈ വഴി അങ്ങ് പോയിട്ട് കട്ടപ്പന വരെ ഞങ്ങൾ പോകുന്നില്ല. അതിന് മുമ്പ് മേരികുളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് കുമ്മളിക്ക് പോകാം. ആ കുമ്മളിയിൽ നിന്നാണ് പിന്നെ കമ്പത്തിലേക്കൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്ലാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിരിക്കുന്നതാണ്. കമ്പത്ത് ചെന്നിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് കാണാനുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് എനിക്കും ചിക്കുവിനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്നും അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൂടെ കുറേ യാത്ര ചെയ്യണം. ഇതൊക്കെ ആഗ്രഹിച്ച് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പലപ്പോഴും യാത്ര പോകാറുണ്ട്. നിങ്ങളിങ്ങനെയൊക്കെ യാത്ര പോകാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളിങ്ങനെ ഒന്ന് റിലാക്സ് ആകണമെന്നൊക്കെ തോന്നി കുറേ നാളാകുമ്പം നമുക്ക് മനസ്സൊക്കെ ഒന്ന് മുരടിക്കും.
ഇരുന്ന്. അത് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ചുള്ളതാണ്. അപ്പോൾ അത് ചേട്ടന്മാരത് അറിഞ്ഞ് പിള്ളേരെയും വീട്ടമ്മമാരെയൊക്കെ യാത്ര കൊണ്ടുപോയാൽ നല്ല കാര്യം. എന്നെയും ചിക്കുനെയും കൊണ്ടുപോകാറുണ്ട്. അല്ലെ ഞാൻ തന്നെ പറയും നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്ന് പറയും കേട്ടോ. അപ്പം നമുക്കൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനകത്ത് പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നും മിക്കവാറും ഉണ്ടാവില്ല. ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് എത്തുന്നവരാണ്. ഒരു പ്രാവശ്യം ആലപ്പുഴയ്ക്ക് പറഞ്ഞിറങ്ങി ഞങ്ങൾ എറണാകുളത്ത് ചെല്ലും. പിന്നെ രണ്ടാമത് പിന്നെ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ കുട്ടനാട്ടിൽ ചെല്ലും. അങ്ങനെ നമുക്കിഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് അങ്ങ് പോവുകയാണ്. റിലാക്സായി നമുക്ക് ഇറങ്ങുമ്പം ചിന്തിക്കുന്നതായിരിക്കുമല്ലോ ചെന്നെത്തുന്നത്. പക്ഷേ ഇന്നത്തെ ഈ യാത്ര എന്ന് പറയുന്ന വളരെ യാദൃശ്ചികമായിട്ട് വലിയൊരു ട്വിസ്റ്റുണ്ട്. ഞങ്ങൾ ചെന്നെത്തിയ സ്ഥലം അതാണ്. ഞങ്ങൾ കമ്പത്തിലേക്ക് പോകാനാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ കമ്പത്തിലേക്ക് പോകാനാണ്. പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം ഞാനത് പറയാതിരിക്കാൻ വയ്യ. കാരണം എനിക്ക് ഈ യാത്ര എങ്ങോട്ടാണ് ചെന്നതെന്ന് എനിക്കറിയാം. വളരെ വലിയൊരു ട്വിസ്റ്റായിപ്പോയി ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. തണുപ്പൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോട്ടെ. അപ്പം ഞങ്ങൾ കട്ടപ്പനയ്ക്കുള്ള വഴിയിലാണ് കേട്ടോ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. 8 മണി സമയമായി. എന്നാൽ ഇവിടെയൊക്കെ നല്ല മഞ്ഞാണ്. നല്ലൊരു തേയിലത്തോട്ടമാണ്. നല്ലൊരു എസ്റ്റേറ്റാണിത്. കരിന്തരുവി ടീ എസ്റ്റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാണുന്ന മൊത്തം എസ്റ്റേറ്റാണ്. നല്ല ഭംഗിയുള്ളൊരു എസ്റ്റേറ്റ് കേട്ടോ. അതിനകത്ത് നിറച്ച് കമുക് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. അതേ അപ്പം അവിടെ നിന്ന് വണ്ടിയിൽ എന്തോ പണിയാണ്. റേഡിയേറ്റർ ചൂടായതോ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ വണ്ടിയെ പണിയുന്നുണ്ട്. ചിക്കു ഇനി എന്താവും എന്നുള്ള അവസ്ഥയിൽ ഇവിടെ നിൽപ്പുണ്ട്. വിഷോ എന്തൊക്കെയോ സ്ഫോടനമൊക്കെ വണ്ടിക്കകത്തുണ്ടാകുന്നുണ്ട്. ചൂടായതാന്ന് തോന്നുന്നു. വണ്ടി അപ്പം വണ്ടി വരുമ്പോൾ ഒഴിക്കാതെ. ചിക്കു അങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുവാണേ എന്താവൂന്നുള്ള രീതിയിൽ. രാവിലെ ചാടി പുറപ്പെട്ട് പോരുകയും ചെയ്തു. ശരിയാകുമായിരിക്കും. അപ്പം ഈ ടീ എസ്റ്റേറ്റ് ഒന്ന് കാണാമെന്നും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അഥവാ ഇനി വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും. തമിഴ്നാട്ടിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ കട്ടപ്പന പോലും എത്തിയിട്ടില്ല. ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ ഇവിടുത്തെ മഞ്ഞൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം നിൽക്കാം. ചിക്കുവിന് നല്ല ടെൻഷനാണ് കേട്ടോ. ചിക്കു പണ്ട് തൊട്ട് ഇങ്ങനെയാണ്. ആരോടെങ്കിലും ഒരാളോട് നമ്മൾ വഴിയെല്ലാം ചോദിച്ചാൽ മതി പോകുന്ന വഴിക്ക്. പിന്നെ അവൾക്ക് ടെൻഷൻ തുടങ്ങുവേ വഴി തെറ്റിപ്പോകുമെന്നൊക്കെ. അപ്പം ഞാനിവിടെ പക്ഷികളൊക്കെ നന്നായിട്ട് പാട്ട് പാടുന്ന സ്വരം നന്നായിട്ട് കേൾക്കാം കേട്ടോ. അതൊക്കെ കേട്ട് ആസ്വദിച്ച് ഞാൻ നിൽക്കുക. എനിക്കങ്ങനെ ടെൻഷനൊന്നും ആകാറില്ല. ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ ടെൻഷൻ അടിക്കാറില്ല. പോരാത്തിന് നമ്മൾ യാത്ര ചെയ്യുമ്പം ഏറ്റവും ആദ്യം കുറേ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് വണ്ടിയിലിരുന്ന്. അപ്പം നമുക്ക് പല സമയത്തും ദൈവദൂതന്മാരെ പോലെ സഹായികൾ വന്ന് ചേരുന്നുണ്ട്. അത് നമുക്ക് അനുഭവമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞാൻ പക്ഷികളുടെ പാട്ടൊക്കെ കേട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കും കേൾക്കാതിരിക്കും സ്വരം. വണ്ടിക്ക് പറ്റിയത് വണ്ടിയുടെ ഫാൻ വർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു. അതാണ് വെള്ളം ഒഴിച്ചപ്പോഴാണ് അങ്ങനെ തെറിച്ചത് കേട്ടോ. ഇനി നമ്മൾ വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു തന്നു വർക്ക്ഷോപ്പിൻ്റെ സ്ഥലമൊക്കെ. അപ്പോൾ അവിടേക്ക് നമ്മൾ വണ്ടി എടുത്തോണ്ട് പോവുകയാണ്. ഇനിയുള്ള യാത്ര എത്രയാകും എന്നുള്ളതൊക്കെ ഇപ്പം കൺഫ്യൂഷൻ ആയതുകൊണ്ട് ചിക്കു ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ മുന്നോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങളങ്ങ് തീരുമാനിച്ചു കേട്ടോ. കമ്പത്തിലേക്ക് എത്തുമോ, ഇപ്പം കട്ടപ്പന വരെ പോലും എത്താൻ പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ആകപ്പാടെ ഒരു കൺഫ്യൂഷനുണ്ട്. പക്ഷെ ഞാനൊട്ടും ടെൻഷൻ അടിക്കുന്നില്ല. വരട്ടെ. കാരണം നമുക്ക് വെറുതെ ഇറങ്ങിയൊരു യാത്രയല്ലേ. അപ്പം തിരിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് കട്ടപ്പന വരെ ചെല്ലാനുള്ള ഒരു സൗകര്യം ഈ ബാറ്ററി കടയിലെ ചേട്ടൻ ചെയ്തു തരികയാണ്. വണ്ടിയുടെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പായിക്ക് അതാണ് കണ്ടപ്പോൾ മനസ്സിലായത്, ഫാൻ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചൂടായിട്ട് വെള്ളം വറ്റി പോവുകയാണ് ചെയ്തത്. അപ്പം ആ ഫാനൊന്ന് ബാറ്ററിയിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുത്തിട്ട് ആ ഫാന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി നിർത്തരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കട്ടപ്പന വരെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. കട്ടപ്പനയിൽ ചെന്നിട്ട് അവിടെ ധാരാളം വർക്ക്ഷോപ്പുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും കാണിക്കണം എന്ന് ചേട്ടൻ ബാറ്ററി കടയിലെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കട്ടപ്പന വരെ സേഫായിരുന്ന രീതി അങ്ങനെ പറയാം, അങ്ങനെ പോകാനുള്ള രീതിയിലാണ്. അതിനിടയ്ക്ക് ഞാനും ചിക്കു ഒരു കാഴ്ച കേട്ടോ. ഞങ്ങൾ വണ്ടിയിലിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇതൊരു ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ്. അവിടെ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് ബോർഡ് പിടിച്ച് നമ്മൾ കാണാറുണ്ടല്ലോ.
ആ ചേട്ടൻ്റെ കയ്യിൽ ബോർഡൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ കാലിന് വയ്യ. ആ ഒരു കാലിന് നീളം കുറവാണ് കേട്ടോ. ഓരോ വണ്ടി വരുമ്പോൾ ആ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വണ്ടി ശരിയാവുകയാണെങ്കിൽ നമുക്ക് ഈ കടയിൽ കയറി കാപ്പി കുടിച്ചേച്ചും പോകാമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ. പക്ഷേങ്കിൽ വണ്ടി നന്നാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനും സാധിച്ചില്ല. പിന്നെ കാപ്പി കുടിക്കാനുള്ളൊരു വിശപ്പൊക്കെ എല്ലാവരുടെയും അങ്ങ് പോയി കേട്ടോ. വണ്ടിയൊന്ന് ശരിയായാൽ മതി, നമുക്ക് ഇനി എന്താകും യാത്ര എന്നുള്ളൊരു ടെൻഷന് ഉണ്ടായിരുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ചിക്കുവിന്. അപ്പം ഞങ്ങൾ അങ്ങനെ ആ ചേട്ടനെയൊക്കെ കണ്ടുവച്ചിരുന്നു. അപ്പോൾ വണ്ടിക്കകത്ത് ഡിക്കി തുറന്ന് വെച്ചിട്ട് ബാറ്ററി കടയിലെ ചേട്ടനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വണ്ടി നന്നാക്കുന്ന ആളൊന്നുമല്ല, എന്നാൽ ബാറ്ററിയിൽ നിന്ന് നേരിട്ട് കണക്ഷൻ വെച്ച് തരാനൊക്കെ ചേട്ടനെ അറിയാം. അപ്പം അങ്ങനെ ചെയ്തു തരുവാണ് ഞങ്ങൾക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടോ, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് യാത്ര തുടങ്ങിയാൽ മാത്രം മതി. ഞങ്ങൾക്ക് വഴിയിൽ ഒരു കവലയിൽ ഇപ്പോൾ മേരികുളത്ത് എത്തിയിട്ടില്ല. ഞങ്ങൾ മേരികുളത്തിന് മുമ്പ് ഒരു ജംഗ്ഷനിൽ നിന്നിട്ട് അപ്പ ചോദിച്ചപ്പം ഒരു ചേട്ടൻ പറഞ്ഞു തന്നാണ് ഇങ്ങനെ ഒരാളുണ്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ചെയ്തു തരുമെന്ന്. അപ്പം നമുക്ക് സഹായത്തിന് ആളെ ദൈവം തന്നുകൊണ്ടേയിരിക്കും വഴിയിലുടനീളം. അപ്പം ആ ചേട്ടന് ടിപ്പ് പൈസയൊക്കെ കൊടുത്തിട്ട് അപ്പ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞതെന്നുള്ളത് കറക്റ്റ് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വണ്ടി ശരിയായിട്ടുണ്ടാവും, എന്നിട്ട് ഈ കടയിൽ കയറി ഹോട്ടലിൽ കയറി കാപ്പി കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിന് അപ്പ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് വണ്ടി നിർത്തൽ. എന്താ പറഞ്ഞപ്പാ? കട്ടപ്പന കൊണ്ട വർക്ക്ഷോപ്പിൽ കാണിക്കാൻ പറഞ്ഞു. ശരിയാവുമോ? ഇപ്പം തൽക്കാലത്തേക്ക് ആ ഫാൻ കറക്കിട്ടുണ്ട്. ശരിയാകുമായിരിക്കും അല്ലേ? അതുമായിരിക്കും. കാപ്പി കുടിക്കുന്ന കട്ടപ്പന ചെന്നിട്ടോ. ഈ ചേട്ടനാണെങ്കിൽ കുറേ സമയം നിന്ന് ഇങ്ങനെ എല്ലാവരെയും വിളിക്കുന്നുണ്ടായിരുന്നു, ഹോട്ടലിൽ കയറുന്നു പറഞ്ഞു. പാവം തോന്നി. അതിൻ്റെ ഒരു കാലിനാണ് മുടന്തും കൂടെയാണേ. ഇതാണ് കട്ടപ്പനയ്ക്കുള്ള റോഡ്. ഇത് മേരികുളം വഴി അല്ലേ? അങ്ങനെ ഞങ്ങൾ തുടർന്ന് കട്ടപ്പനയ്ക്കുള്ള റോട്ടിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. മേരികുളത്ത് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പം കട്ടപ്പന ചെന്നിട്ട് വേണം ഇനി ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കാം. അവിടെ ധാരാളം വർക്ക്ഷോപ്പുകൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കാണിക്കണം. തുടർന്നുള്ള യാത്ര എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വെറുതെ കട്ടപ്പന വരെ അങ്ങ് ചെന്ന് നോക്കുകയാണ്. ഇനി എന്താവുമെന്നൊന്നും അറിയില്ല. എന്താണേലും രാവിലെയാണല്ലോ. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകാം എന്നൊക്കെ ഓർത്തിങ്ങനെ പോവുകയാണ്. കമ്പത്തിലേക്ക് ചെല്ലാൻ പറ്റുമോ എന്നുള്ളത് ഇനി കട്ടപ്പനയിൽ നല്ല വർക്ക്ഷോപ്പിൽ വണ്ടി കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മുമ്പിൽ ഓസ് കയറ്റിയിട്ടുള്ള വലിയൊരു വണ്ടി പോകുന്നുണ്ട്. ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കട്ടപ്പന റോഡ് കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ളൂ, ബാക്കിയൊക്കെ നല്ല ഭാഗം തന്നെയാണ്. അപ്പോൾ ഞങ്ങളിനി കട്ടപ്പനയിലെത്തട്ടെ, വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇനി നമുക്ക് കാണാം. ഞങ്ങളെ വണ്ടിയിൽ തണുപ്പടിച്ചാൽ വന്നവരാ. ഇപ്പോൾ ഇത് ഒരു വെയിലത്ത് പടപടാന്ന് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വണ്ടിയാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോയതാണ്. ചിക്കു ഇങ്ങോട്ട് നോക്ക്, ഇതിലേ നോക്ക്. എന്നിട്ട് ഞങ്ങൾ നടന്ന് തിരിച്ചു വരുവാ വർക്ക്ഷോപ്പിലേക്ക്. ഇനിയുള്ള യാത്ര വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി നന്നാക്കിയെങ്കിൽ മാത്രമാണ് കേട്ടോ. നന്നാക്കി കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ചിക്കുവിന് വലിയ ഹാപ്പിയൊന്നും അല്ലല്ലേ. ചിക്കു ഇങ്ങ് നോക്കി, ചിക്കു ഹാപ്പിയല്ല, ടെൻഷനിലാണേ. അപ്പം മുന്നേ പോകുന്നുണ്ട്. നിങ്ങൾ ഇവിടെ എങ്ങാണ്ടാ കൊടുത്തേക്കുന്നല്ലേ ചിക്കു? ഇവിടെ എങ്ങാണ്ടാ നമ്മൾ വണ്ടി എവിടെയാണ് കൊടുക്കുന്നത്? ആ മുന്നല്ലേ അല്ലേ? കട്ടപ്പനയെ തന്നെ ഒരു സ്ഥലമാണ് ഇത്. കൃത്യസ്ഥലം ഏതാണെന്ന് അറിയത്തില്ല. ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. പലരോട് ചോദിച്ചിട്ടാണ് എനിക്ക് ഈ വർക്ക്ഷോപ്പ് കിട്ടിയത് കേട്ടോ. പക്ഷേ ആദ്യം നിങ്ങളെ കാണിച്ചപ്പോൾ നല്ല മഞ്ഞിനകത്ത് നിന്ന ഞങ്ങളാണ്. ഇപ്പോഴത്തെ നല്ല പൊരി വെയിലത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ടേ, കാണിക്കാം. നന്നാക്കിയോന്ന് അറിയത്തില്ല, ഞങ്ങൾ കാപ്പിക്കാൻ പോയതായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. വലിയൊരു വർക്ക്ഷോപ്പാണ് കേട്ടോ. ഒത്തിരി വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ടേ. നമ്മുടെ വണ്ടി ഈ സൈഡിൽ ഒതുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല, അവരത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ചൂടായതാണ്. വണ്ടിയുടെ ഫാനിൻ്റെ വർക്കിങ് നിന്ന് പോയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവർ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് എവിടെയോ പോയിട്ടുണ്ട്. ഇവിടെ ഈ കൂട്ടത്തിലൊന്നും ഇല്ല. ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ ഇരുന്നോളാനാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ ഇരിക്കട്ടെ. ഞങ്ങൾ ഈ റെസ്റ്റ് ചെയ്യുന്ന റൂമിൽ 4 മണിക്കൂറാണ് ഇരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന ട്വിസ്റ്റുകൾ. ഞങ്ങളവിടെ ഇരുന്ന പ്രതീക്ഷകളും നിരാശകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഇരുന്ന് സംസാരിച്ചു, അല്ലാതെ എന്ത് ചെയ്യാനാ. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ കറക്റ്റ് ഒന്നാക്കി തന്നു. കമ്പത്തിലേക്ക് യാത്ര വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു റൂട്ടാണ്, അത് കാണിച്ചു തരാം കേട്ടോ.
നമ്മളുണ്ടല്ലോ അവസാനം വന്ന് കാൽവരി മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തമിഴ്നാടിന് പോകാൻ ചാടി പുറപ്പെട്ടതാണ്. പക്ഷേ ഇടയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ വണ്ടിയുടെ പ്രശ്നമൊക്കെ വന്നു. അപ്പോൾ എന്തോ ഒരു പ്രശ്നം അതിനകത്തുണ്ട് കേട്ടോ. അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ കാണിച്ച വർക്ക്ഷോപ്പിൽ നിന്ന് അവർ ശരിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ലോങ് ആയിട്ട് ഒത്തിരി പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കമ്പത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കുമളിയിൽ നിന്ന് നല്ലപോലെ ഇറക്കവും പിന്നെ കയറ്റവും ഒക്കെ ഉണ്ട്. അപ്പം തൽക്കാലം കട്ടപ്പനയിൽ വെച്ച് യാത്ര അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി വേറൊരു റൂട്ടിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ കട്ടപ്പന ചെറുതോണി വഴി മൂലമറ്റത്തേക്ക് ഇറങ്ങുന്ന ആ വഴി കൂടെയാണ് ഞങ്ങൾ വരുന്നത്. അവിടെയാണ് ഈ കാൽവരി മൗണ്ട്. അപ്പോൾ നല്ലൊരു ഇക്കോ ടൂറിസം പദ്ധതിയാണ് കേട്ടോ. നേരത്തെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇത്രയ്ക്കൊന്നും അന്ന് ഭംഗിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ലതാണ്. പിന്നെ ഇവിടെ വന്നാൽ കാണാവുന്ന നല്ലൊരു വേറൊരു കാഴ്ചയുണ്ട്. ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. എല്ലാവരും പറയും ഈ കാഴ്ചയാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനേ. ബാക്കി തമിഴ്നാട് യാത്ര വേറൊരു ദിവസം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം അത് നമുക്ക് അന്നേരം ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ മുകളിൽ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട് കാൽവരി മൗണ്ട് വാലി ഓഫ് വണ്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് താഴെ എഴുതിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത് കേട്ടോ. ഇവിടെ അത്യാവശ്യ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ, വനിതകൾ നടത്തുന്ന ഒരു ഷോപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റിലും ധാരാളം റിസോർട്ടുകളും ഇപ്പം ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കുറച്ചുകൂടെ വൈകിട്ട് നേരത്താണ് ഇവിടെ ആസ്വദിക്കാൻ നല്ലത്, അതല്ലെങ്കിൽ രാവിലെ. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കാൽവരി മൗണ്ടിൻ്റെ ഒരു പ്രത്യേക സ്ഥലമാണത് ആ മുകളിൽ കാണുന്നത്. ഇവിടെ കുരിശിൻ്റെ വഴി നടക്കുന്നതാണ്. ഇത് കണ്ട അവിടെ കുരിശ് നാട്ടിയിട്ടുണ്ട്. അപ്പോൾ താഴെ മെയിൻ റോഡിൽ നിന്നാണ് ഈ കുരിശ് ഓരോ സ്റ്റേഷനായിട്ട് 14 സ്ഥലങ്ങൾ അതിൻ്റെ ടോപ്പാണ് നമ്മളത് ആ മലയുടെ മുകളിൽ കാണുന്നത് കേട്ടോ. ഇതിലേ ഉണ്ട്. ഇതാണ് ആ കുരിശിൻ്റെ വഴി പോകുന്ന പോയിന്റുകളാണിത്. ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്. അങ്ങനെ അത് വളഞ്ഞ് ആ മലയുടെ മുകളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടേക്ക് പോകുന്നില്ല, നമ്മൾ ബാക്കി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ പോകാം. ഇപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ ആയി. നേരത്തെ ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ടിക്കറ്റൊന്നും ഇല്ല കേട്ടോ. ടിക്കറ്റ് എത്ര രൂപയാപ്പാ? ടിക്കറ്റ് എത്ര രൂപയാ? 10 രൂപ. ആളിന് 10 രൂപ. വണ്ടിക്കുണ്ടോ? പാർക്കിങ്ങിനാ? 3 പേർക്കും കൂടെ 25 രൂപയും വണ്ടിക്ക് അല്ല. വണ്ടിക്ക് 25 കാണിച്ച് അല്ല 25 രൂപ വെച്ച് 3 പേരുടെ 75. 10 അല്ല. ഒരാൾക്ക് എൻട്രൻസ് ചാർജ് ഇതാ 25 രൂപയാണ്. അങ്ങനെ 3 പേർക്ക് 75 രൂപ. പിന്നെ 4 വീലറിന് 25 രൂപ. 100 രൂപ ടിക്കറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബിസിനസ്സാണ് അല്ലേ? നമ്മൾ നേരത്തെ 2 പ്രാവശ്യം ഇവിടെ വെറുതെ വന്നതാണ്. അപ്പോൾ പിന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതുണ്ട്, ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ദൂരെ കാണാം. ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ അപ്പുറത്ത് ടീ ഷോപ്പോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, നമുക്ക് നോക്കി കാണാം. ഞങ്ങൾ നേരത്തെ വരുന്ന ഇവിടെ ഈ സ്ഥലത്ത് ഒരു 10 വർഷം മുമ്പൊക്കെ 10-15 വർഷമൊക്കെ മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ വെറുതെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു, പുൽമേട് പോലെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്തോടെ കയറി ഇറങ്ങി നടക്കാം. അപ്പോൾ നമുക്ക് പ്രധാന കാഴ്ചയിലേക്ക് പോയി നോക്കാം. അന്ന് ഞങ്ങൾ കണ്ട കാഴ്ചയാണ്. ഇന്ന് ഉണ്ടോയെന്നൊന്ന് നോക്കാം കാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ഇടുക്കിയിലെ ഇടുക്കി അണക്കെട്ടിൻ്റെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നല്ലൊരു ഫോറസ്റ്റ് ഉണ്ട്. ഞങ്ങൾ നേരത്തെ വന്ന സമയത്താണെങ്കിൽ ഇവിടെ ആനയെ കണ്ടു ഞങ്ങൾ കേട്ടോ. ആ ഫോറസ്റ്റിൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ഫോറസ്റ്റിൻ്റെ സൈഡിൽ വെള്ളത്തിലേക്ക് ആന വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ കാണാമായിരുന്നു. അപ്പം നല്ല വെയിലാണേ. അപ്പം ഇന്ന് ഞങ്ങൾ തമിഴ്നാട് കാണാൻ ഇറങ്ങിയാലും ഞങ്ങൾക്ക് എത്തപ്പെടേണ്ടി വന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെയാണ്. ഇപ്പം ചിക്കു അപ്പായും മുന്നേ പോകുന്നുണ്ട്. ഇതുണ്ടോ ഇവിടെ എല്ലാം ചെടികൾ വെച്ച് നട്ട് വെച്ചിട്ടുണ്ട്. പഴങ്ങളുണ്ട്, പേര, മാവ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പം ഞങ്ങൾക്ക് ഇതൊരു പുതിയ കാഴ്ച തന്നെയാണ്. നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും വന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജലാശയത്തിലേക്ക് പോയി നോക്കാം. ഇപ്പം നല്ല വഴിയൊക്കെ തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പം നല്ല വഴിയുണ്ടല്ലേ? അന്ന് നമ്മൾ വരുമ്പോൾ ആണെങ്കിൽ ചുമ്മാ ഇങ്ങനെ പള്ളക്കാത്തൂടെ നമ്മൾ കല്ലും താഴെ കാണുന്നതാണ് ഇടുക്കി അണക്കെട്ടിലെ വെള്ളം കയറി കിടക്കുന്നത്. ഈ ഭാഗം ഏതാണെന്നപ്പോൾ അറിയാവോ? നമുക്ക് അങ്ങനെയൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല. കാൽവരി മൗണ്ട് മലയിൽ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന വളരെ മനോഹരമായൊരു ഭംഗിയാട്ടോ ഇതോ.
ഞങ്ങളിത് കണ്ടിട്ട് ഒത്തിരി വർഷമായി. അപ്പം ഇന്ന് ഇത് കാണാനായിരുന്നു നമുക്ക് യോഗം അല്ലേ അപ്പാ? ഇവിടെ അതുകൊണ്ടോ ഈ കാടിനകത്താണേലും ബഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ മുകളിലത്തെ ഉദ്യാനത്തിൻ്റെ ഭാഗമാണ്. എല്ലാം മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം തീയിട്ട് കത്തിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ ഇന്ന് ഒത്തിരി വർഷം കൂടി ഈ മനോഹര കാഴ്ച കാണാൻ പോയപ്പോൾ ഈ വെയിൽ കുറവുള്ള സമയത്ത് വരുവാണെങ്കിൽ അടിപൊളിയാണ്. നല്ലൊരു സ്ഥലമാണ്. ഇതിൻ്റെ കറക്റ്റ് പോയിന്റ് ഇതാണ്. നമ്മൾ മൂലമറ്റത്തുനിന്ന് കയറി ചെറുതോണി വഴി കയറി ചെറുതോണിയിലേക്ക് കട്ടപ്പനയിലേക്ക് കയറി വരുന്ന അറക്കുളം വഴി കയറി വരുന്ന റോഡുണ്ട്. ആ റോഡിലാണിത്. കാൽവരി മൗണ്ട് റോഡിൻ്റെ സൈഡിൽ ഒരു പള്ളിയുണ്ട്. ഇതൊരു സ്ഥലം തന്നെയാണ്. കാൽവരി മൗണ്ട് പിയോ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതതിൻ്റെ ഒരു സൈഡാണ്. അങ്ങ് ദൂരേക്ക് കാണാം. വെയിലായതുകൊണ്ട് എത്ര ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് അങ്ങ് ദൂരെ സ്ഥലത്ത് തൊട്ട് കാണാത്. അവിടെ തൊട്ട് ഈ മലയുടെ ഇടക്കൂടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണേ. ഒത്തിരി പേർക്ക് അറിയത്തില്ലാത്ത ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. പക്ഷേങ്കിൽ ഇപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ ധാരാളം വണ്ടികളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ഇപ്പോൾ പാസും വെച്ചത്. ഒരാൾക്ക് 25 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിന് വേറെയും കൊടുക്കണം. എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ചെറിയ വഴി ഇറങ്ങി പോകണം. അപ്പോൾ വീഴാതെ ഈ വഴി ഒന്ന് ഇറങ്ങിപ്പോട്ടെ. അപ്പായും ചിക്കും അങ്ങ് ദൂരെ ചെന്ന് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇതാ ഏറ്റവും താഴെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ മുകളിലൊക്കെ അതിന് ഇരിക്കാനുള്ള ഹട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലൊക്കെ പലത് കാണുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങി ഇങ്ങ് പോന്നു. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതാണ് വെള്ളം കിടക്കുന്നത്. അതിൻ്റെ ഒരു വശത്ത് ഫോറസ്റ്റാ അല്ലേ? അപ്പുറത്തെ വശത്ത് ഈ വശത്തും അതെ, ഇതിൻ്റെ താഴെയും അതെ. ഇവിടെയൊന്നും ആളുതാമസമുള്ള സ്ഥലമല്ല കേട്ടോ. ഇതിൻ്റെ രണ്ട് വശത്തും ഫോറസ്റ്റാണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ. ഇങ്ങനെയാണ്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതുപോലെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. എനിക്ക് അത്ര ഇറങ്ങി വരാനൊന്നും പറ്റില്ല. അതിനുള്ള ധൈര്യശാലിയല്ല ഞാൻ. ഇവിടെ നിന്ന് കാണുന്നതൊക്കെ കാണാം. ഇത് കണ്ടോ? നടുക്ക് ഇടയ്ക്ക് അത് കണ്ടോ ചിക്കു? ഇടയ്ക്ക് ചെറിയ തുരുത്ത് പോലെ. ഇത് കണ്ടോ? തുരുത്ത് പോലെ. ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അതിനകത്ത് കയറി നിൽക്കുമായിരിക്കും അല്ലേ? മൂടിയാണ് നിൽക്കുന്നത് അല്ലേ? നമ്മൾ നേരത്തെ വന്ന് ഈ സമയത്തല്ലാന്ന് തോന്നുന്നു. ശരിക്കും ആനയെ കാണാമായിരുന്നു. ഒരാന ഇങ്ങനെ അനങ്ങുന്നു, അവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തോട്ട് ഇറങ്ങി വരുന്നതൊക്കെ ഞങ്ങൾ കണ്ട്. കുറേ സമയം ഞങ്ങൾ ഈ ആനയെ കാണാൻ വേണ്ടി തന്നെയാണ് നോക്കിയിരുന്നത്. അന്ന് ഇത്രയും വൈഡായിട്ട് കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ വൈഡായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഈ വഴിയൊക്കെ ഇങ്ങനെ തെളിച്ചുകൊണ്ടാണ് അന്ന് നമ്മൾ ഇത്രയൊന്നും ഇറങ്ങി വന്നില്ല. കുറച്ചപ്പുറം മാറി മുകളിൽ നിന്നാണ് കണ്ടത്. ഇത് ഈ താഴെ മുഴുവൻ നമ്മൾ ഈ കാണുന്ന നമ്മൾ നിൽക്കുന്ന ഒരു മലയാണ്. ഇതിൻ്റെ താഴെ മുഴുവൻ അതുകൊണ്ടോ ഫോറസ്റ്റ് പോലെ കിടക്കുകയാണ്. ഇതിനകത്തൊക്കെ ആനയുണ്ടോയെന്നും അറിയത്തില്ല. ഇപ്പം ആനയെല്ലാം പുറത്ത് ചാടുന്ന സമയം കേട്ടോ. ചിക്കു അത്രയും പോയാൽ മതി. ഇങ്ങോട്ട് വാ. ഞാൻ ഇറങ്ങാൻ എനിക്ക് ധൈര്യമില്ലല്ലോ. എന്നാലും അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോരെ. എനിക്ക് ഒത്തിരി പൊക്കത്തിൽ ചെന്ന് നിന്നാൽ എനിക്ക് തല കറങ്ങുമെന്നൊക്കെ തോന്നും. ചുമ്മാ എന്തിനാ റിസ്ക് എടുക്കുന്നത്. ഞാനിവിടെ ഒരു നെല്ലിമരത്തിൻ്റെ ചോട്ടി വന്നങ്ങ് നിന്നു കേട്ടോ. നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ചിക്കു അപ്പായും കൂടെ അങ്ങ് താഴെ ഇറങ്ങിപ്പോയി നിന്നിട്ട് ഭയങ്കര വെയിലാണേ. വെയിലത്ത് നിന്ന് കാണുക. ഞാനപ്പോൾ നല്ലൊരു തണൽ കിട്ടിയത്. ഒരു നെല്ലിമരം, പക്ഷേ കായൊന്നുമില്ല ഇതിൽ. കണ്ട കുഞ്ഞു മരം. തണലത്ത് ഇച്ചിരി നേരം നിൽക്കാമെന്ന് വെച്ചാൽ അവരവിടെ പോയിട്ട് കാഴ്ചയൊക്കെ കണ്ടിട്ട് ഭയങ്കര പ്ലാനിങ്ങാണ് രണ്ടുപേരും കൂടെ അവിടെ. ഇവിടുന്ന് അങ്ങേ മലയിലോട്ട് നിങ്ങൾ കണ്ടില്ലേ മല? ആ മലയിലോട്ടാണ് എന്നാ ഗ്ലാസ് പാലം വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ റോപ്പ് വേ വെക്കണം. പിന്നെ ഇവിടെ എന്തൊക്കെയോ വെക്കണമെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഭയങ്കര പ്ലാനിങ് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഈ തണലത്തോട്ട് മാറി നിന്നാ കേട്ടോ. അവർ വരുന്നിടം വരെ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ച് തണലുണ്ട്. ഈ പൊക്കത്തിൽ ചെന്ന് നിന്ന് കഴിയുമ്പോഴേ ചെറുതായിട്ടിങ്ങനെ പൊക്കത്തിൽ ചെന്ന് നിന്ന് കഴിയുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു തല കറങ്ങുന്ന പോലെ എനിക്കങ്ങ് തോന്നും. നമ്മളെന്തിനാണ് വെറുതെ താഴെ വീഴുന്നത്? ഇവിടെ നിൽക്കുമ്പോൾ മുകളിലേക്ക് ഇതാ ഇങ്ങനെ ഹട്ടുകളൊക്കെ ഉണ്ട്. അവിടെ കണ്ടോ ആൾക്കാർ ധാരാളം വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ വെയിൽ കൊള്ളാതെ നിന്ന് ഈ ഭംഗിയെല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കയറി പോകണം. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കയറി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേച്ച് അങ്ങോട്ട്. ചിക്കു
ആനയെ കണ്ടോ? ആനയെ കണ്ടില്ല, ചെറിയൊരു സ്വരം കേട്ടു. ആനയുടെ സ്വരമോ? ഒരു തവണ. ആനയുടെ സ്വരം ഒരു തവണ. അതാണ് നീ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞേ. ഓ, പോയ വഴി ഈ ചിക്കു ആനയുടെ സ്വരവും കേട്ടു. അപ്പാ കേട്ടോ? അപ്പാ അവള് കേട്ടെന്ന് പറഞ്ഞപ്പോ ഞാനും കേട്ടു. അതെങ്ങനെ രണ്ടാമത് സ്വരം ഇട്ടില്ലല്ലോ? ചെറിയൊരു സ്വരം രണ്ടാമത് എക്കോ ആയിരിക്കും. ഇനി ആനയെ കണ്ടെന്നും കൂടെ പറയരുത്. ഉണ്ടാവും, ആന ഉണ്ടാവും അതിനകത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണക്ക് കണ്ടില്ലേ, 2000 സംതിങ് ആന കേരളത്തിലുണ്ടെന്ന്. അങ്ങനെയാ കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിലൊരു 10 ഈ കാട്ടിലുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇടുക്കിയിലെ ഫോറസ്റ്റിന്റെ ഭാഗമാണ് ഈ കാണുന്ന താഴെ കാണുന്നതെല്ലാം. അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞാല് അരിക്കൊമ്പനൊന്നും ഇല്ലല്ലോ അല്ലേ? അരിക്കൊമ്പന് നമ്മൾ പോയ കുമ്മളി ഭാഗത്തേക്കായിരുന്നു. നമ്മൾ കമ്പത്തിന് പോകാൻ ഇറങ്ങിയില്ലേ, ആ ഭാഗത്തായിരുന്നു അരിക്കൊമ്പൻ പണ്ടുണ്ടായിരുന്നത്. ഇനി നടന്ന് ഇങ്ങോട്ടെങ്ങാനും എത്തുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പം ഒരിടത്തൂടെ നടക്കത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, നീ കണ്ടായിരുന്നോ അടിമാലിയിൽ? രാവിലെ 8 മണിക്ക് വന്ന ചേട്ടത്തിയെ പോലും ആന കുത്തി. അപ്പോഴത്തേക്കും നമുക്കും ഇനി എതിലേലും ഒക്കെ നടക്കണമെങ്കിൽ കുറച്ച് പേടിക്കണം. എതിലേ ആന ചാടി വീഴുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ നമുക്ക് കയറി വന്നിട്ടുണ്ട്. നമുക്കിതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഇതിലെ കയറി മുകളിലേക്ക് പോകാം. അവിടെ ഗാർഡനോ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കറക്കുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം. നല്ല വെയിലാണ്, എന്നാലും ബാബാ. ഇവിടെ എല്ലാം കണ്ടോ തീ ഇട്ടേക്കുവാണേ. ഇതിലേ പോ. അപ്പം ഞങ്ങൾ കയറി വന്നിട്ട് ഇവിടെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഇരിപ്പിടം വെച്ചിരിക്കുന്ന കറക്റ്റ് പ്ലേസിലാണ് അല്ലേപ്പാ? കറക്റ്റ് സ്ഥലത്താണ്. ഇവിടെ ഇരുന്ന് നോക്കിയാൽ നന്നായിട്ട് കാണാട്ടോ. നമ്മളെ താഴേക്ക് പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റോട് ചുറ്റും എത്ര സ്ഥലത്ത് ഇത് കിടപ്പുണ്ടോ അത് മുഴുവൻ ഈ ഒരു ഏരിയയിൽ മുഴുവൻ കാണാം, ഒരുമിച്ച് കാണാം. അപ്പം കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളങ്ങനെ വെയിൽ കൊണ്ട് ഇരിക്കുക. എനിക്ക് വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. ചിക്കു പറയുന്ന ഒരു പ്രശ്നമില്ലെന്ന്. രാവിലെ വന്നാൽ നല്ലതായിരിക്കും അല്ലേ? 10 മണിക്ക് മുമ്പ്. ഇനി ഒരു ദിവസം ഞങ്ങൾ രാവിലെ വരുന്നുണ്ട്. നമുക്കൊരു ദിവസം വരാം അല്ലേ? വരണമെന്ന് പ്രതീക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. ഇപ്പം രാവിലെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. മഞ്ഞും കൂടെ ഒക്കെ കൂടിയിട്ട്. ഇതിപ്പോൾ നല്ല വെയിലത്താണേ. നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഉപ്പിട്ട് പോയതല്ലേ, അതുകൊണ്ട് നല്ല സ്ഥലമൊക്കെയാണ്. അതിനാണെങ്കിൽ നേരത്തെ വന്നതിനേക്കാളും നന്നായിട്ട് തെളിഞ്ഞു. 25 രൂപ അവർ ഒരാൾ വഴി നിന്ന് വാങ്ങിച്ചാലും അതുപോലെ തെളിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, തീയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടി ഒത്തിരി നേരം ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഇനി മുകളിലോട്ട് കയറി പോകണ്ട. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അവിടെ മുകളിലോട്ട് കയറി പോകാനുണ്ട്. മുകളിൽ കയറി പോയിട്ട് അവിടെ ഗാർഡനൊക്കെ ഉണ്ട്. അവിടെ എന്തോ ഉണ്ട്, അത് കാണാം. അപ്പം നമുക്ക് കല്ലേന്നിറങ്ങാൻ വലിയ പാടൊന്നുമില്ല. രാവിലെ പൊരിമഞ്ഞ് അല്ല, രാവിലെ പൊരിമഞ്ഞല്ല, രാവിലെ കൊടും മഞ്ഞ്. ഇപ്പൊ വൈകിട്ട് വെയില്. ബാലൻസ് ചെയ്യുമല്ലേ? കമ്പത്ത് പോയാലും ഇതുപോലെ തന്നെ ആയേനെ. കമ്പത്ത് പോയാൽ ഇതുപോലെ കൃഷിത്തോട്ടങ്ങളല്ലേ? എന്നാലും നല്ല വെയിലുണ്ട് അവിടെ. എന്നാലും എന്നാ രസം കാണാന് തമിഴ്നാട്. ഇതാണ് ഏറ്റവും മുകളിൽ കയറി നിൽക്കുമ്പോൾ കാണുന്ന ഫുൾ വ്യൂ കേട്ടോ. ഇതുവരെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും വ്യൂ ഇവിടെ കാണാം. നമുക്ക് ഏറ്റവും താഴെ പോയിട്ട് ആദ്യം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് മൊത്തം കാണാഞ്ഞു കേട്ടോ. ഇതിപ്പം ഫുൾ വ്യൂ കാണാം. ഇതങ്ങോട്ട് നീണ്ട് കിടപ്പുണ്ട് കേട്ടോ. ഒരു മലയ്ക്ക് ചുറ്റും ഇതുണ്ടോ, ദൂരേക്കുണ്ട്. ഇത്രയും വ്യൂ നമുക്ക് ഈ ബെഞ്ചുകളിൽ വന്നിരുന്നാൽ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം താഴേക്കാണ് ഇറങ്ങിപ്പോയതേ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് മുകളിൽ ഇനി ഒരു ഹട്ടായിട്ട് ഇവിടെ കുടിൽ കെട്ടിയിട്ടുണ്ട്. അപ്പം അതിന് ചിക്കു അവിടെ ചെന്ന് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കയറി നോക്കാം. അവിടെ ചെന്നാൽ ഏകദേശം ഇതേ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കാം കാണുന്നത്. അപ്പം ഞാൻ കയറി നോക്കട്ടെ. ഇവിടെ പിന്നെ ഇപ്പം വന്ന വലിയൊരു മാറ്റമാണ് കേട്ടോ. റിസോർട്ടുകൾ ഇത് ഈ കാൽപുരമൗണ്ടിൻ്റെ നമ്മൾ ഈ നിൽക്കുന്ന വ്യൂ പോയിൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത്രയും റിസോർട്ടുകൾ ഇവിടെയുണ്ട്. അപ്പം സ്റ്റേ ചെയ്യേണ്ടവർക്കും എല്ലാം ഇവിടെ നല്ല രസമായിരിക്കും മഞ്ഞൊക്കെ ഉള്ള സമയത്ത് കാണാനേ. അപ്പം പുതിയതായിട്ട് ഇവിടെ റിസോർട്ടുകൾ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, പണിത് തീർന്നതുകൊണ്ട് റിസോർട്ടുകൾക്ക് തന്നെ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് മാറി ഹട്ടുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് കയറി വന്നിതാണ്ട് ഈ ഹട്ടിലെത്തി. ചിക്കു അപ്പായി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കഥയ്ക്കുന്ന ഇത്രയും കയറ്റം കയറി വന്നിട്ടാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ്, നല്ല കാറ്റുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഹട്ട് ഇതാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണ് ഏറ്റവും ഫുൾ കാഴ്ച എന്ന് ഇപ്പോഴാണ് തോന്നിയത്. കണ്ടോ, കുറച്ച് മങ്ങലുണ്ട്, അടുത്തൊന്നും കാണത്തില്ല എന്ന് വെച്ചു. കുറച്ച് ദൂരെയായിട്ടാണ് ഇപ്പം നമ്മളെല്ലാം കാണുന്നത്. നമ്മൾ ഏറ്റവും താഴെ പോയപ്പോൾ ആണെങ്കിൽ തൊട്ടടുത്ത് കാണാമായിരുന്നു.
ഇപ്പോൾ ഇത് കുറേ ദൂരെയാണ് കാണുന്നതെങ്കിലും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വെച്ച് നേരെ ഇങ്ങ് നടന്ന് വന്നാൽ ഈ ഹട്ടിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാം. നടക്കാൻ പറ്റുന്നവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ താഴേക്ക് ഇറങ്ങിപ്പോകാം. പിന്നെ ഇവിടെ ഗാർഡൻ എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതാ കുറച്ച് ഇവിടെ ഈ ഉണക്കമുള്ള സ്ഥലമല്ലേ, വെയിലൊക്കെ അടിച്ചാൽ ഉണങ്ങിപ്പോകും പൂക്കളൊക്കെ. അതുകൊണ്ട് ഇതുപോലെ പച്ചപ്പുള്ള കുറച്ച് മരങ്ങൾ ഒക്കെ ഉള്ളൂ. പൂക്കളൊന്നും കാര്യമായിട്ടില്ല, കുറച്ച് മരങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് അവിടെ ആ ദൂരം നമ്മൾ നേരത്തെ കണ്ട റിസോർട്ടുണ്ട്, അതിൻ്റെ പുറകുവശത്തൊക്കെ നന്നായിട്ട് തേയിലത്തോട്ടമുണ്ട്. അത് പ്രൈവറ്റ്. അതുപോലെ തന്നെ നമ്മൾ ആ കുരിശ്, ഞാൻ ആദ്യം കാണിച്ച കുരിശുണ്ടല്ലോ, മല കയറുന്ന കുരിശിൻ്റെ സൈഡിൽ ആ ഭാഗത്തൊക്കെ ഉണ്ട് തേയിലത്തോട്ടമുണ്ട്. അപ്പോൾ തേയിലത്തോട്ടമൊന്നും കണ്ടിട്ടില്ല, അതവർക്ക് ഇവിടെ വന്ന് ഇത് കണ്ട് ആസ്വദിക്കാം കേട്ടോ. തൊട്ടടുത്തേക്ക് അതിലെ നടന്നും പോയി തൊട്ടടുത്തോട്ട് കാണാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനുള്ള ഈ വ്യൂ പോയിൻ്റ് മാത്രം ഇവിടെ നിന്നാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ഈ കാഴ്ച അങ്ങോട്ട് കണ്ടു, നമുക്കിനി തിരിച്ചു പോകാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പോയി വണ്ടിയെ കയറണം. അതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് പോകണം. ഇനി വണ്ടി കൊണ്ടേ ഒന്നുകൂടെ നമ്മുടെ എപ്പോഴും ഞങ്ങൾ കാണിക്കുന്ന നമ്മുടെ സ്ഥലത്ത് കാണിക്കണം, വർക്ക്ഷോപ്പിൽ. ഇത് കണ്ടോ, ഇവിടെ ഒരു വെറൈറ്റി സംഭവമുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടുവെച്ച് നമുക്ക് പോകാം. ചിക്കു ഇറങ്ങിപ്പോകുന്നുണ്ടോ? രണ്ട് വശത്തും ഈ ചെടികൾ നട്ടു വെച്ചേക്കുക. ഇതെപ്പോഴും നമ്മൾ അവിടെയൊക്കെ നട്ടു വെക്കുന്ന ചെടിയാണ് അല്ലേ. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു വഴി, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പം ഈ വഴിയിൽ കൂടെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങും. അപ്പം ഇത് കണ്ടോ, പുറകിൽ ആ വഴി, ഞങ്ങൾ ഇറങ്ങി വന്ന വഴിയാണിത്. രണ്ട് വശത്തും നല്ല മരങ്ങൾ, ചെറിയ ചെടികളാണ് നട്ടു വെച്ചേക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ന് യാത്ര തുടങ്ങിയത്. പക്ഷേ എത്തിയത് ഇന്ന് ഈ കാഴ്ച കാണാനാണ് ഞങ്ങളെ അനുവദിച്ചത്, ഇവിടുത്തെ കാഴ്ച. അപ്പോൾ കുമളി കമ്പമൊക്കെ വേറൊരു ദിവസം പോകാം. തമിഴ്നാട്ടിൽ കൂടെയൊക്കെ ഒരു ദിവസം യാത്ര പോകണമെന്നുണ്ട്, വേറൊരു ദിവസം പോകാമെന്ന് വെച്ചു. ഏതായാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ വണ്ടി ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കാണാം. ബൈ ബൈ. നന്നായിട്ട് കരുവാളിച്ചു, വെയിൽ കൊണ്ട് മടുത്തിട്ടുണ്ടേ. അപ്പോൾ പോയി റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ.